ടി വി പ്രസാദ്, രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ 3 വർഷം തടവ് എന്നതിനപ്പുറം MLA സ്ഥാനം നഷ്ടമാകാൻ പോവുകയാണ്. അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ. ഇത് വലിയ രീതിയിൽ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിക്കുന്ന ഒരു കേസായി, അതിന്റെ ശിക്ഷാവിധിയായി മാറുകയല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സുജിയ. കാരണം ഇത്ര വലിയ കുറ്റം ചെയ്ത ഒരാൾക്ക് ഇനി എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് തേടാനും അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാരണം ഇതേതെങ്കിലും രീതിയിൽ ചെയ്ത തട്ടിപ്പല്ല, ഇതേതെങ്കിലും രീതിയിൽ ചെയ്ത മോഷണമല്ല. കോടതി വിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന, സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന, തൊണ്ടി മുതലായി വലിയ സുരക്ഷയോടെ സൂക്ഷിച്ച ആ തൊണ്ടി മുതൽ എടുത്ത് അതിൽ കൃത്രിമം വരുത്തിക്കൊണ്ട് കേസ് ജയിപ്പിച്ച് ആ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിച്ചെടുക്കുന്ന ആ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായും അതിൻ്റെ പിറകിൽ ഒരുപാട് സാമ്പത്തിക ഇടപാടും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെയല്ല എങ്കിൽ എന്തിനായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ LDFിലാണ് ആന്റണി രാജു ഉള്ളത്. LDFിൻ്റെ മന്ത്രിയായിരുന്നു, LDFിൻ്റെ MLA ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ജനപ്രതിനിധിക്ക് ഇനിയിപ്പോൾ MLA സ്ഥാനം നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. തടവ് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ കേസാണ്. 1994 തുടങ്ങി, അന്നാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. 94 തുടങ്ങി ഇങ്ങോട്ടേക്ക് 2026 വരെയുള്ള ഈ കാലഘട്ടം ഏതാണ്ട് 30 വർഷം പിന്നിടുകയാണ് സുജിയ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കുറ്റവാളിയായി നിൽക്കുന്നത് കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്, രാഷ്ട്രീയ നേതാവാണ്, ഒരു അഭിഭാഷകനാണ്. ഈ അഭിഭാഷകൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പ്രതിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തെ നീതിന്യായ വ്യവസ്ഥയെ വഞ്ചിച്ചു എന്നുള്ളതാണ്. കോടതിയിലെ ജീവനക്കാരെ പണം കൊടുത്തോ അല്ലാതെയോ സ്വാധീനിച്ചെടുത്തുകൊണ്ട് കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലെടുത്ത് അതിൽ കൃത്രിമം വരുത്തി കേസ് ജയിക്കുന്ന ഒരു അഭിഭാഷകനായി ആന്റണി രാജു മാറി എന്നുള്ളതാണ്. ഇനി എങ്ങനെ അദ്ദേഹത്തിന് ഈ അഭിഭാഷകൻ എന്ന പദവിയിൽ തുടരാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. ഇനി എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്ന ചോദ്യമുണ്ട്. ഇത്ര നാളും അത് ആരോപണമായിരുന്നുവെങ്കിൽ വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നു, എല്ലാ തെളിവുകളോടെയും സഹിതം ആന്റണി രാജു ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നുവെന്ന്. ആന്റണി രാജുവിനുള്ള തടവ് ശിക്ഷ നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. MLA സ്ഥാനം നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അയോഗ്യനാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ നിയമതലത്തിലേക്ക് പോകാൻ കഴിയും എന്ന ആലോചനയിലായിരിക്കും ഉറപ്പായും ആന്റണി രാജു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സുജയ, ഈ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ അത് തിരിച്ചടിയായിരിക്കുന്നത് LDFിൻ്റെ MLA ആയ ആന്റണി രാജുവിന് മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആകെയാണ്. കാരണം ഇത്രയും കാലം കേരളത്തിലെ മന്ത്രിയാക്കി വെച്ച ഒരാൾ, MLA ആയി തുടരുന്ന ഒരാൾ, ഇത്തരത്തിൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു തൊണ്ടി മുതലെടുത്ത് അതിൽ കൃത്രിമം വരുത്തി തൻ്റെ കക്ഷിയെ ജയിപ്പിക്കാനുള്ള നീക്കം നടത്തിയ ആളാണ് എന്ന് തെളിഞ്ഞ ദിവസമാണിന്ന്. ഉറപ്പായും എന്തായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം എന്നുള്ളത്, CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണവും LDF കൺവീനറുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ വന്ന വിധി പ്രസ്താവം ഈ ജനുവരി മാസത്തിൽ വെറും 2 മാസം മാത്രമാണ് മുന്നിലുള്ളത്. കനത്ത തിരിച്ചടിയാണ് ഉറപ്പായും LDFിനും ആന്റണി രാജുവിനും. ഇനി എങ്ങനെ ആന്റണി രാജുവിന് ഈ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം സത്യസന്ധമായി കേസന്വേഷിച്ച് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടിച്ചതിന് ശേഷം ആ പോലീസുകാരൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന രീതിയിൽ ആ തൊണ്ടി മുതൽ കൃത്രിമം വരുത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടാണ്, കോടതികൾക്ക് നാണക്കേടാണ്, അഭിഭാഷകർക്ക് നാണക്കേടാണ്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നാണക്കേടാണ്. കാരണം അങ്ങനെ ഒരാളെയാണല്ലോ ഇത്രയും കാലം കൊണ്ടു നടന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരും സുജിയ. നാളെ ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആന്റണി രാജുവിന്റെ കോലം കത്തിച്ച് മണിക്കൂർ 2 പൂർത്തിയാകുന്നതേ ഉള്ളൂ. അങ്ങനെ കേരളത്തിന്റെ തെരുവുകളിലേക്ക് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയം ഉയർത്തുകയാണ്. ആന്റണി രാജു LDFകാരനാണെന്നവർ വിളിച്ചു പറയുകയാണ്. ഇനിയിപ്പോൾ വരാനുള്ള തീരുമാനം അത് LDFിൻ്റെതാണ്. എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് എന്തായാലും ഇന്നത്തെ വിധി അതേറെ നിർണായകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുജിയ, കേരളത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി ഇത് മാറി എന്നുള്ളത് തന്നെയാണ്. അപൂർവമായ ഒരു കേസ് തന്നെയാണിത്. ഒരു കോടതിയിലിരിക്കുന്ന തൊണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ആശ്ചര്യത്തോടുകൂടി മുമ്പ് നോക്കിയവരുണ്ട് എന്നാണ് അന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ
മുഖത്തു നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ചെയ്തതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് കൃത്രിമത്വം കാട്ടി അതിൽ തട്ടിപ്പുണ്ടാക്കി ആ പ്രതിയെ രക്ഷിച്ച് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് അയച്ചത്. ചരിത്രത്തിന്റെ സത്യത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ഒടുവിൽ സത്യം തെളിഞ്ഞു എന്നതാണ് സുജയ. ഇത്രയും കാലം അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന ആന്റണി രാജു എങ്ങനെയെല്ലാം ഈ കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ആ രീതിയിലൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിതാ നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന